ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു നോർമൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അതൊരു ചൂട് കെട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ അവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, അപ്പോൾ ഏകദേശം ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, 4-5 പച്ചമുളകും തൊണ്ടൻ മുളകും സാധാ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു 4-5 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയുള്ളിയും പിന്നെ 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഈ ഒരളവ്. പിന്നെ ഒരു 6 സവാള എടുക്കുന്നുണ്ട്, തൊലി കളഞ്ഞ് സ്ലൈസ് ആക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമുളകൊന്നും മാറി വന്നതിന് ശേഷം മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതിയാകും. സവാളയും ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴണ്ടത് ഈ ഒരു ഭാഗം എത്തുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ടൈം എത്തിയതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഒരു 1.5 കിലോളം ചിക്കനുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ചിക്കൻ്റെ ചെറുതായിട്ടൊന്ന് കളർ, ആ ഒരു പിങ്കിഷ് കളറൊന്ന് മാറി ഒന്ന് വൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും മസാലയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 തൊട്ട് 2.5-3 കപ്പ് വരെയൊക്കെ ആകാം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഇതൊന്ന് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ടിക്കൊന്ന് കുറുക്കം കിട്ടും, കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതും കൂടെ 3 കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച ഒരു ഗരം മസാലയാണ് കേട്ടോ. എൻ്റെ ഗരം മസാല എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തക്കാളി ഇല്ലാത്ത കറി എന്ന് ആക്ഷേപിച്ചാണ് ചോദിച്ചത്. തക്കാളി ഇല്ലാത്ത കറി തന്നെയാണിത്. അപ്പം ഞാൻ റീൽസ് ഇട്ട സമയത്താണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ തക്കാളി ഇടാത്ത കറി ഉണ്ടാക്കി നോക്കും, കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ തന്നെ പറയുമ്പോഴായിരിക്കും നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളല്ലേ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ വേണ്ട. അപ്പോൾ നിങ്ങൾ തക്കാളി ഇടാത്ത കറിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നോക്കണം. അതിന് വേറെ ലെവൽ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് നോർമൽ മസാല തന്നെയാണ്. അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് വളരെ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നന്നായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കും. ഇതാണ് ആ ഒരു കറിയുടെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗീ റൈസും ഇതിനിടയ്ക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. നോർമലി ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഒരുപാട് തവണ നമ്മുടെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിട്ടല്ല കേട്ടോ ചെയ്തത്, അതൊരു പ്രത്യേക വേറൊരു രീതിയിലാണ് ചെയ്തത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ലഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാർക്കും